എല്ലാവർക്കും നമസ്കാരം. വിഭജനത്തിന്റെ ഭീതി ദിനമാണ്. 1947 ആഗസ്റ്റ് 14 ആണ് ഭാരത മാതാവിനെ രണ്ടായി വെട്ടിക്കീറിയത്. ഈ വിഭജനത്തിന്റെ ഭീതി എത്രമാത്രം ഭീകരമായിരുന്നു എന്നും അതിന്റെ അപകടം എത്രമാത്രം ദുരന്തപൂർണമായിരുന്നു എന്നും ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. അതിനെ തുടർന്ന് നമുക്ക് സ്വാതന്ത്ര്യവും കിട്ടി എന്ന് പറയുന്നു. അപ്പൊ ഈ നേടിയ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിലുണ്ടായ ഈ കൊടിയ ആക്രമണങ്ങളുടെ, അപകടങ്ങളുടെ, കൂട്ടക്കൊലകളുടെ ചരിത്രം അറിയാതെ, സ്വാതന്ത്ര്യത്തിന് നാം കൊടുത്ത വില അറിയാതെയാണ് സ്വാതന്ത്ര്യാനന്തരം നമ്മളുടെ നാട്ടിലെ പുതിയ തലമുറകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദരണീയനായ ഗവർണർ പറഞ്ഞത് ഈ പാർട്ടീഷൻ ഹൊറർ ഡേ എന്നുള്ളത് ആചരിക്കണം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത് ആചരിക്കണം എന്നാണെങ്കിൽ, ഈ വിഭജനം എന്തുകൊണ്ടുണ്ടായി എന്ന് നാം പഠിച്ചില്ലെങ്കിൽ മേലിലും വിഭജനങ്ങൾ ഉണ്ടാകാം. അങ്ങനെ വീണ്ടും ഭാരതം വിഭജിച്ച് പോകാതിരിക്കണമെങ്കിൽ ഒരിക്കലുണ്ടായ വിഭജനം എന്തുകൊണ്ടാണെന്നും ആരാണ് അതിന്റെ കാരണക്കാരെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിച്ചു വെക്കേണ്ടതുണ്ട്. 3 കൂട്ടർ ഒന്നിച്ചപ്പോഴാണ് ഭാരതം വിഭജിച്ചത്. 1940 മുസ്ലിം ലീഗ് പ്രമേയം പാസാക്കിയത് ഭാരതം വിഭജിക്കണം എന്ന്. 1942 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രമേയം പാസാക്കിയത് ഭാരതം വിഭജിക്കണം എന്ന്. 1947 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രമേയം പാസാക്കിയത് ഭാരതം വിഭജിക്കണമെന്ന്. ഇങ്ങനെ മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എപ്പോഴൊക്കെയാണോ അവർ ഐക്യപ്പെട്ടിട്ടുള്ളത്, ആ സന്ദർഭത്തിലൊക്കെ ഭാരതം വിഭജിക്കപ്പെടുകയോ അല്ലെങ്കിൽ കൊടിയ പീഡനങ്ങൾക്ക്, ദുരന്തങ്ങൾക്ക് ഇരയാവുകയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അവരിപ്പോഴും ഒന്നിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒന്നിക്കുന്ന വേളകളിലൊക്കെ അവർ ഭാരതത്തിൽ കലാപമാണ് ഉണ്ടാക്കുന്നത്, ദുരന്തമാണ് വിതയ്ക്കുന്നത്. ഈ 3 കൂട്ടർ ഇപ്പോൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. ഇത് ഓർക്കാൻ പാടില്ല. വർഗീയ വിഭജനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ വിഭജന ദിനം ആചരിക്കുന്നത് എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാദം, കോൺഗ്രസിന്റെ പ്രചരണം. വർഗീയത കൊണ്ടാണോ വിഭജന ദുരന്തം നമ്മൾ ഓർക്കുന്നത്? അതല്ല, വിഭജനം ഉണ്ടായത് വർഗീയത കൊണ്ടാണോ? വിഭജനം ഉണ്ടായതല്ലേ വർഗീയതയുടെ കാരണം കൊണ്ടല്ലേ വിഭജനം ഉണ്ടായത്? അത് ഓർക്കുന്നതാണോ വർഗീയതയാവുന്നത്? വിഭജനം ഉണ്ടായ കാരണമാണോ വർഗീയത? ഇത് നാട്ടുകാരെ പറ്റിക്കുവാൻ, ജനങ്ങളെ വഞ്ചിക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു ദുഷ്പ്രചരണമാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ വളർന്നു വരുന്ന ഓരോ തലമുറയും അറിയണം നമ്മുടെ നാട് വിഭജിക്കപ്പെട്ടു പോയത് എങ്ങനെയാണ്, ആരാണ് വിഭജനത്തിന് കാരണക്കാർ എന്ന്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ 3 കൂട്ടരാണ്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ ഇതിനെ ശക്തിയായി എതിർക്കുന്നു എന്നാണെങ്കിൽ, അവരിപ്പോ ഇന്ത്യയുടെ ഐക്യം എന്നും സ്വാതന്ത്ര്യം എന്നും ഒക്കെ പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ അവര് നടത്തിയ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ പുതിയ തലമുറ അറിയാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇത് ഓർക്കരുത്, നാം പഠിക്കരുത്, അന്വേഷിക്കരുത് എന്ന് പറയാൻ കാരണം, പ്രചരിപ്പിക്കുവാൻ കാരണം. നമ്മൾ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും വിഭജനം എന്തുകൊണ്ടുണ്ടായി എന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, സ്വാതന്ത്ര്യം എങ്ങനെ നേടി എന്ന് പഠിക്കാൻ ശ്രമിച്ചെന്നാൽ, സ്വാതന്ത്ര്യ സമര ചരിത്രം യഥാർത്ഥത്തിൽ പഠിക്കാൻ ശ്രമിച്ചെന്നാൽ ഇവരുടെ മുഴുവൻ തട്ടിപ്പും പുറത്തു വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം കഥ എടുത്തെന്നാൽ, അവരാണ് 1942 പ്രമേയം പാസാക്കി ഭാരതത്തെ 2ആക്കി വിഭജിച്ചാൽ പോരാ, 17 രാജ്യങ്ങളാക്കി വിഭജിക്കണം. ആദ്യം 16 എന്ന് പറഞ്ഞു, പിന്നെ 17 എന്ന് പറഞ്ഞു. 17 രാജ്യങ്ങളാക്കി വിഭജിക്കണം എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അവർ ഭാരതത്തിനെ ഒറ്റുകൊടുത്തു. സ്വാതന്ത്ര്യ സമര ഭടന്മാരെ ഒറ്റുകൊടുക്കുകയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചാരപ്പണി നടത്തുകയും ചെയ്തു. തീർന്നില്ല, ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേർന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. തീർന്നില്ല, അവർ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയപ്പോൾ, വിഭജനത്തോട് കൂടിയാണെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് അവർ പ്രചരിപ്പിച്ചു. അവിടെ അവസാനിച്ചില്ല. 1948 അവർ വിപുലമായ യോഗം കൂടി, പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം കൂടി സ്വതന്ത്ര ഭാരത സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. അതിന്റെ പേരാണ് കൽക്കട്ട തീസിസ്. അവർ 1000കണക്കിന് കമ്മ്യൂണിസ്റ്റുകാര് തോക്കും ബോംബും വാളും സമാഹരിച്ച് ഇന്ത്യൻ പട്ടാളത്തിനോട്, ഭാരതത്തിന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടി.
10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ടു. ഈ ചരിത്രമൊക്കെ നമുക്കറിയോ? നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൽക്കട്ട തീസിസിനെ തുടർന്ന് ഭാരത സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഔദ്യോഗിക കണക്ക് തന്നെ 25,000-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ്. ഒരുപക്ഷെ അതിൽ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഏതായാലും 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ ബലി കൊടുത്തുകൊണ്ട് അവർ കൽക്കട്ട തീസിസ് നടപ്പാക്കി. സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, എല്ലാ ആഗസ്റ്റ് 15-നും അവർ കരിദിനം ആചരിച്ചു. 1947 ആഗസ്റ്റ് 15-ാം തീയതി അവർ ആകാവുന്നിടത്തൊക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി കരിങ്കൊടി പിടിച്ചുകൊണ്ട് ആലപ്പുഴ പട്ടണത്തിൽ ഒരു പറ്റം സഖാക്കൾ, സാധാരണ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ അടക്കം സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വേണ്ടി മെനക്കെട്ടപ്പോൾ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ പാടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർദ്ദേശം കൊടുത്തു. അതിനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ തകഴി ശിവശങ്കരപ്പിള്ള എന്ന നോവലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഉള്ളിലെ കടൽ എന്നാണ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിന്റെ, ആത്മകഥാപരമായ ഒരു പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത്, സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ 47 ആഗസ്റ്റ് 14 രാത്രി ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമങ്ങളിലും ചെറ്റക്കുടിലുകളിലും എല്ലാ വീടുകളിലും കൊടിതോരണങ്ങൾ കെട്ടി വിളക്കുകൾ കത്തിച്ചു തൂക്കി പടക്കം പൊട്ടിച്ചുമൊക്കെ നാട്ടുകാർ മുഴുവൻ സ്വാതന്ത്ര്യത്തെ എതിരേക്കാൻ നിൽക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാതന്ത്ര്യം ആഘോഷിക്കരുത് എന്ന് പറയുകയും ആരും ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ആഗസ്റ്റ് 15-ന് പകല് അവർ കുറച്ചു പേര് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ആലപ്പുഴ പട്ടണത്തിൽ പ്രകടനം നടത്തി. കരിങ്കൊടി പിടിച്ചുകൊണ്ട് അവർ പ്രകടനം നടത്തി. സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കണ്ട് സഹിക്കവയ്യാതെ ഈ പ്രകടനം കണ്ട് വഴിയരികിൽ നിന്ന ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളി, ഈ പ്രകടനം കുറച്ചു പേരേ ഉള്ളൂ, പ്രകടനം നടത്തി വരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിൽ കടന്നു നിന്ന് അവരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. ഈ ചരിത്രം വല്ലതും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് സഖാവായ പുന്നപ്ര സമരത്തിന്റെ നായകന്മാരിൽ ഒരാളായ വർഗീസ് വൈദ്യന്റെ ആത്മകഥയിൽ ഈ സംഭവം വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യ ദിനത്തിനെ അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തു എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ ദിനത്തിൽ കരീദിനമായി ആചരിക്കുകയും സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് അവർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. 48-ൽ സ്വതന്ത്ര ഭാരത സർക്കാരിനെതിരെ യുദ്ധം നടത്തി. ഈ ചരിത്രമൊക്കെ നാട്ടുകാരറിയാൻ ഇടയാവും ഈ വിഭജനത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും വിഭജനത്തിന്റെ കാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചും കോൺഗ്രസുകാരെ കുറിച്ചും ചർച്ച ചെയ്താൽ. അവിടെയും അവസാനിച്ചില്ല. അവരെല്ലാ വർഷവും ആഗസ്റ്റ് 15-ന് കരിദിനം ആചരിച്ചു. 1950 ജനുവരി 26-നാണല്ലോ നമ്മൾ ഭരണഘടന പ്രഖ്യാപിച്ചത്. ഭരണഘടന പ്രഖ്യാപിച്ച ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു രാജ്യമെമ്പാടും ജനുവരി 26-ന് പ്രതിഷേധം നടത്തണം എന്ന് തീരുമാനിച്ചു. ദേശീയ പതാക കത്തിക്കണം എന്നും അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരിടത്ത് ദേശീയ പതാക കത്തിക്കാൻ പോയി. തൃശൂർ ജില്ലയിൽ നാട്ടിക എന്ന് പറയുന്ന സ്ഥലത്ത് സർദാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സഖാബ് ഗോപാലകൃഷ്ണൻ ദേശീയ പതാക കത്തിക്കാൻ പോയപ്പോഴാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും പോലീസിന്റെ അടിയേറ്റ് സർദാർ ഗോപാലകൃഷ്ണൻ മരിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് രക്തസാക്ഷിയെ കിട്ടി. ഈ 2025 ജനുവരി 26-നും തൃശൂർ നാട്ടികയിൽ CPM-ഉം CPI-യും സംയുക്തമായി സഖാവ് സർദാർ ഗോപാലകൃഷ്ണന്റെ രക്തസാക്ഷി ദിനം ആചരിച്ചു. പക്ഷെ അവർ പ്രസംഗിച്ചില്ല. എന്തുകൊണ്ടാണ് സർദാർ ഗോപാലകൃഷ്ണൻ അടിയേറ്റ് മരിച്ചത് എന്ന് മാത്രം പറഞ്ഞില്ല. അവർ ദേശീയ പതാക കത്തിക്കാൻ പോയതാണ്. അങ്ങനെ നാട്ടിലെമ്പാടും അവർ ഭാരത വിരുദ്ധ പ്രകടനം നടത്തുകയും ദേശീയ പതാക കത്തിക്കുകയും കരിദിനം ആചരിക്കുകയും സ്വതന്ത്ര ഭാരത സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്ത് അവരിങ്ങനെ രാജ്യദ്രോഹികളായി വാഴുന്ന വേളയിൽ ആർക്കോ വെളിപാട് തോന്നിയിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുവാൻ, ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ ഇല്ലയോ എന്ന് ഉത്തരം പറയണമെങ്കിൽ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്തെങ്കിലും പറയണമെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് നിർദ്ദേശം കിട്ടണം. ഇവർ എസേഡാങ്കയെയും
ബസവ പുന്നയ്യയും ഒക്കെ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സോവിയറ്റ് യൂണിയനിൽ പോയി സ്റ്റാലിൻ എന്ന ക്രൂരനായ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയെ കണ്ടു ചോദിച്ചു, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ഞങ്ങൾ ആഘോഷിക്കുന്നില്ല, സർക്കാരിനെതിരെ യുദ്ധം ചെയ്തിട്ടിരിക്കുകയാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ ഇനി തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സ്റ്റാലിൻ അവരെ ആട്ടിയിറക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ EMS നമ്പൂതിരിപ്പാട് എഴുതി വെച്ചിട്ടുണ്ട്, കള്ളത്തരമല്ല ഈ പറയുന്നത്, നിങ്ങൾക്ക് പരിശോധിക്കാം, എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റാലിൻ പറഞ്ഞത് സ്വാതന്ത്ര്യം 47-ൽ കിട്ടിയല്ലോ, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ആട്ടിയിറക്കി വിട്ട വിവരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, EMSന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ചരിത്രമൊക്കെ പുറം ലോകം അറിയും എന്നുള്ളത് കൊണ്ടാണ് വിഭജന ചരിത്രം ചർച്ച ചെയ്യാൻ പാടില്ല യൂണിവേഴ്സിറ്റികളിൽ, അത് വർഗീയതയ്ക്ക് കാരണമാകും, മതേതരമാണ് സംരക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് സർക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ഉറഞ്ഞു തുള്ളുന്നത് അവരുടെ ഈ തട്ടിപ്പ്, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, ദേശീയ വിരുദ്ധത, ഭാരത സ്വാതന്ത്ര്യത്തിനെതിരെ പ്രവർത്തിച്ചത് ഭാരത ദേശീയതയുടെ ശത്രുക്കളാണ്, 1-ാം നമ്പർ ശത്രുക്കളാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന ചരിത്രം തിരിച്ചറിയും എന്നുള്ളത് കൊണ്ടാണ് അവർ ഇതിനെ എതിർക്കുന്നത്. അതുകൊണ്ട് വരും തലമുറകൾ മുഴുവൻ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചാൽ മാത്രം പോരാ, എന്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് മുൻപ് തലേ ദിവസം ഭാരതം വിഭജിക്കപ്പെട്ടു എന്ന ചരിത്രവും അറിയണം. രാത്രിയിൽ ആഗസ്റ്റ് 14-ാം തീയതി രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന ഭാരതീയർ 15-ാം തീയതി നേരം വെളുത്തപ്പോൾ അന്യരാജ്യക്കാരായി മാറിയത് എന്തുകൊണ്ടാണ് എന്നറിയണം. അങ്ങനെ അന്യരാജ്യക്കാരായി മാറിയ ഭാരതീയരെ മുഴുവൻ കൊന്നുകളഞ്ഞ, ദശലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നുകളഞ്ഞ അതിന് കാരണക്കാരായ കോൺഗ്രസിന്റെ ചരിത്രം എന്ത് എന്നറിയണം. ഈ ചരിത്രം അറിയുന്നതിന് വേണ്ടിയാണ് വിഭജനത്തിന്റെ ഭീതി ദിനം ആചരിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിന്റെ മുന്നോടിയായി വിഭജനത്തിന്റെ ഭീതി ദിനവും ആചരിച്ചുകൊണ്ടുവേണം ആ വിഭജനത്തിന്റെ ദുരന്ത ഭൂമിയിൽ നമ്മളുടെ പൂർവികന്മാർ, നമ്മുടെ അമ്മ പെങ്ങന്മാർ അനുഭവിച്ച ഭീകരമായ ആക്രമണങ്ങളും കൂട്ടമായ ബലാത്സംഗങ്ങളും കൂട്ടക്കൊലകൾക്ക് ഇരയായ അവരുടെ ദുരിതങ്ങളെ നമ്മൾ അല്പമെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് അർത്ഥമില്ലാത്തതായി മാറും. എത്രയോ കോടിക്കണക്കിന് അഭയാർത്ഥികളായി മാറി, ഒരൊറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് ഹിന്ദുക്കൾ അഭയാർത്ഥികളായി മാറിയ ചരിത്രം നാം അറിയണം. അതിന് കാരണക്കാരായ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും മുസ്ലിം ലീഗിനെയും അവരുടെ ഈ കള്ളത്തരങ്ങളെ തിരിച്ചറിയാനുള്ള സന്ദർഭമാക്കി വിഭജനത്തിന്റെ ദുരന്ത ചരിത്രത്തെ ഓർമ്മിക്കുവാനും കൂടി വേണ്ടിയാണ് വിഭജനത്തിന്റെ ഭീതി ദിനം ആചരിക്കണം എന്നും നമ്മുടെ നേതാക്കന്മാരും ഭരണാധികാരികളും പറയുന്നത്. അത് ആരെയെങ്കിലും എതിർക്കാൻ വേണ്ടിയല്ല, ആ വർഗീയത വളർത്താൻ വേണ്ടിയല്ല. വളർന്ന വർഗീയതയുടെ പേരിൽ ഭാരതം വിഭജിച്ചുവെങ്കിൽ മേലിൽ ഭാരതം വിഭജിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ ചരിത്രം ഓർക്കണമെന്ന് പറയുന്നത്. ആ ചരിത്രം എല്ലാവരും തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എന്ന് മാത്രമല്ല, അവർ ഭാരതം ഇനി ഒരിക്കൽ വീണ്ടും വീണ്ടും വിഭജിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഭാരതത്തെ ഒന്നിപ്പിക്കുന്ന ഭാരതമാതാവ് എന്ന സങ്കല്പത്തിനെ അവർ ആക്ഷേപിക്കുന്നത്. ജയരാജന്മാരും പിണറായി വിജയനും ഒക്കെ ഭാരതമാതാവ് ഒരു കീറത്തുണി പിടിച്ചു നിൽക്കുന്ന സ്ത്രീയാണ് എന്നൊക്കെ അവർ ആക്ഷേപിക്കുന്നത്. ഭാരതം അമ്മയാണെന്ന് സങ്കല്പിച്ചാൽ ആ അമ്മയ്ക്ക് ജനിച്ച മക്കളെല്ലാം സഹോദരങ്ങളാണെന്ന് അറിഞ്ഞാൽ, അത്തരം ഒരു തിരിച്ചറിവുണ്ടായാൽ ഭാരതത്തെ ഇനി വീണ്ടും വിഭജിക്കാൻ പറ്റാതെയാകും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ഭാരതത്തെ ഇനിയും വിഭജിക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് ഭാരതത്തെ വീണ്ടും വീണ്ടും വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചരിത്രം നാം തിരിച്ചറിയേണ്ടത് മേലിൽ ഭാരതം, അവശിഷ്ട ഭാരതം വിഭജിക്കപ്പെടാതിരിക്കാൻ വിഭജനത്തിന്റെ ദുരന്ത ചരിത്രം നാം എല്ലാവരും അറിയണം, പഠിക്കണം, പ്രചരിപ്പിക്കണം. അതിനെ എതിർക്കുന്നവർ ഭാരതത്തെ വീണ്ടും വീണ്ടും വിഭജിക്കാൻ ശ്രമിക്കുന്ന രാജ്യദ്രോഹികളാണെന്ന ചരിത്രവും നാം തിരിച്ചറിയണം. നമസ്കാരം.